ആത്മരക്ഷയ്ക്ക് വേണ്ടി അവരെ ദൈവോന്മകരാക്കുന്നതിനു വേണ്ടി ജീവിതം മുഴുവനും മാറ്റിവെച്ചർപ്പിക്കപ്പെട്ട 5 ലക്ഷം പുരോഹിതര്. അങ്ങനെ ഈ പുരോഹിതരുടെയും ഈ കന്യാസ്ത്രീമാരെ എല്ലാം കുടുംബത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ആള്, അതിന് നേതൃത്വം നൽകുന്ന ആള് മാർപ്പാപ്പയാ. ഇപ്പൊ കർത്താവായ യേശുവാണ് ആദ്യത്തെ മനുഷ്യക്കടത്ത് നടത്തിയ ആള്. 12 ശിഷ്യന്മാരെ കുടുംബത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നാണ് കർത്താവ് തന്റെ ദൗത്യ നിർവഹണത്തിന് ചുമതലപ്പെടുത്തിയത്. അവർ പിന്നീട് ഒരിക്കലും കുടുംബത്തിലേക്ക് മടങ്ങിപ്പോയില്ലെന്ന് മാത്രമല്ല, ലോകത്തിന്റെ 4 അതിരുകളിലേക്ക് പോയി സുവിശേഷം പ്രഘോഷിച്ച് രക്തസാക്ഷിയായി മരിച്ചവരാണ് 12 പേരിൽ 11 ശിഷ്യന്മാരും. അപ്പോൾ മനുഷ്യക്കടത്തിനെതിരായിട്ട് ക്രിസ്തുവിനെതിരെ കേസെടുക്കണമെങ്കിൽ ക്രിസ്തുവിനെതിരെ കേസെടുക്കുക അസാധ്യ. കാരണം യേശു അരൂപിയ, ദൈവം അരൂപിയ. ഇപ്പോൾ ഈ സുവിശേഷ വേദിയില് ക്രിസ്തു സജീവമാണ്. എന്താ കാര്യം എന്നറിയോ? മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിലെ 18-ാം വചനത്തിലൂടെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തു: ലോകം മുഴുവനും പോയി നിങ്ങൾ എന്റെ സുവിശേഷം പ്രഘോഷിക്കുവിൻ. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് അരുളി ചെയ്ത കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ആകാശവും ഭൂമിയും കടന്നുപോയാലും